അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഖ്തസർ 25. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് രണ്ടാമത്തത് ഫസീഹിനെ ഫസീഹല്ലാത്തതിൽ നിന്ന് വേർതിരിക്കൽ. ചിലത് മത്നുൽ ലുഗത്തിന്റെ ഇൽമിൽ വിവരിക്കപ്പെടും എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇൽമു തസ്രീഫിൽ, അല്ലെങ്കിൽ ഇൽമുൻ നഹ്വിൽ, അല്ലെങ്കിൽ ചിലത് ഹിസ്സുകൊണ്ട് ഇദ്റാഖ് ചെയ്യപ്പെടും. وهو ما عدا التأكيد المعنوية وهو أي ما يبين في العلوم المذكورة. പറയപ്പെട്ട ഇൽമുകളിൽ വിവരിക്കപ്പെടുന്നത്. ഔ യുദ്റഖു ബിൽ ഹിസ്സി, ഹിസ്സുകൊണ്ട് ഇദ്റാഖ് ചെയ്യപ്പെടുന്നതും. പറയപ്പെട്ട ഇൽമുകൾ എന്ന് പറഞ്ഞാൽ മത്നുൽ ലുഗത്ത്, തസ്രീഫ്, നഹ്വ്, അതാണ്. ആ ഇൽമുകളിൽ വിവരിക്കപ്പെടുന്നതും ഹിസ്സുകൊണ്ട് ഇദ്റാഖ് ചെയ്യപ്പെടുന്നതും അതാണ് വഹുവ. വഹുവ ഐ മാ യുബയ്യിനു ഫിൽ ഉലൂമിൽ മദ്കൂറത്തി, പറയപ്പെട്ട ഇൽമുകളിൽ വിവരിക്കപ്പെടുന്നത്. ഔ യുദ്റഖു ബിൽ ഹിസ്സി, ഹിസ്സുകൊണ്ട് ഇദ്റാഖ് ചെയ്യപ്പെടുന്നതും. അത് പറഞ്ഞു കഴിഞ്ഞതാണല്ലോ മുമ്പ്. വസാനി മിന്നു മാ യുബയ്യിനു ഫീ ഇൽമി മത്നിൽ ലുഗത്തി അവി തസ്രീഫി അവി നഹ്വി ഔ യുദ്റഖു ബിൽ ഹിസ്സി. ഫല്ലമീറു, ഹുവ എന്ന ലമീർ, ആയിദുൻ ഇലാ മാ, മായിലേക്ക് മടങ്ങും. അതായത് മിന്നു മാ യുബയ്യനു, മായിലേക്ക് മടങ്ങുമ്പോൾ ഈ ഇൽമുകളിൽ വിവരിക്കപ്പെടുന്നതും ഇസ്സുകൊണ്ട് ഇദ്റാഖ് ചെയ്യപ്പെടുന്നതും ഉൾപ്പെട്ടു. വമൻ സഅമ, മനസ്സിലാക്കിയ ചിലർ, അന്നഹു, ഈ ലമീർ, ആയിദുൻ, മടങ്ങുന്നതാണ്, ഇലാ മായുദ്റഖു, മായുദ്റഖു ബിൽ ഹിസ്സി, ഹിസ്സുകൊണ്ട് ഇദ്റാഖ് ചെയ്യപ്പെടുന്ന ഒന്നിലേക്ക് മടങ്ങുന്നതാണ് എന്ന് മനസ്സിലാക്കിയവര്. അതായത് ഔ യുദ്റഖു ബിൽ ഹിസ്സി എന്ന് പറഞ്ഞാൽ അവിടുത്തെ അർത്ഥം മാ അവിടെ മടങ്ങി വരും. ഔ മാ യുദ്റഖു ബിൽ ഹിസ്സി, അത് യുബയ്യനു എന്നതിന്റെ മേൽ അത്ഫാണ്. യുബയ്യനു എന്നതിന്റെ മേൽ അത്ഫാവുമ്പോൾ ഈ മാ മടങ്ങി വരും. അപ്പൊ ഹിസ്സുകൊണ്ട് ഇദ്റാഖ് ചെയ്യപ്പെടുന്നത് എന്ന് വെച്ചു ചിലര്. വഹുവ, വഹുവ എന്ന് പറഞ്ഞാൽ അവരെന്ത് മനസ്സിലാക്കി? മൻ സഅമ, ഹിസ്സുകൊണ്ട് ഇദ്റാഖ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ മനസ്സിലാക്കിയവർ ഫഖദ് സഹാ സഹ്വൻ ലാഹിറൻ, അവൻ ലാഹിറായ അബദ്ധം അബദ്ധത്തിൽ വീണുപോയി. ഫഖദ് സഹ, അവൻ സഹ്വിൽ അകപ്പെട്ടു, അബദ്ധത്തിൽ വീണു. സഹ്വൻ ലാഹിറൻ, വ്യക്തമായ അബദ്ധത്തിൽ അവൻ വീണുപോയി എന്നും അവിടെ മനസ്സിലാക്കാം. അതെന്താണ് ലാഹിറായ സഹ്വ്? കാരണം അങ്ങനെ പറഞ്ഞാൽ, അതായത് വഹുവ ഇസ്സുകൊണ്ട് ഇദ്റാഖ് ചെയ്യപ്പെടുന്നത്. ഇനി പറയാൻ പോണത് എന്താണ്? മാ അദ തഅക്കീദൽ മഅനവിയ്യ, മഅനവിയായ തഅക്കീദ് അല്ലാത്തതാണ്. അപ്പോൾ വഹുവ, ഈ മൻ സഅമന്റെ അർത്ഥപ്രകാരം എന്താകും? നമ്മളിപ്പോൾ വെച്ചത് വഹുവ പറയപ്പെട്ട ഇൽമുകളിൽ വിവരിക്കപ്പെടുന്നതും ഹിസ്സുകൊണ്ട് ഇദ്റാഖ് ചെയ്യപ്പെടുന്നതും മാ അദ തഅക്കീദൽ മഅനവിയ്യ, മഅനവിയായ തഅക്കീദ് അല്ലാത്തതാണെന്ന. അപ്പോൾ ആ ഇൽമുകളിൽ
മഅനവിയായ തഅക്കീദിനെ പറ്റി പരാമർശമില്ല. ഹിസ്സ് കൊണ്ട് അതിനെ ഇദ്റാഖ് ചെയ്യപ്പെടുന്നതുമല്ല. ഇവരുടെ അർത്ഥപ്രകാരം ഇവർ മനസ്സിലാക്കിയതനുസരിച്ച് എന്താകും? ഹിസ്സ് കൊണ്ട് ഇദ്റാഖ് ചെയ്യപ്പെടുന്നത് മഅനവിയായ തഅക്കീദ് അല്ലാത്തതാണ്. അങ്ങനെ വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഹിസ്സ് കൊണ്ട് ഇദ്റാഖ് ചെയ്യപ്പെടുന്നത് മഅനവിയായ തഅക്കീദ് അല്ലാത്തതാണ്. അപ്പോൾ അവിടെ ദുസൂക്കി പറയുന്നുണ്ട് ലി അന്ന ഖദിയത്തുഹു, അങ്ങനെ അർത്ഥം വെച്ചാൽ അതിന്റെ ഖദിയ അന്ന കുല്ലമാ അദ തഅക്കീദൽ മഅനവിയ്യ യുദ്റഖു ബിൽ ഹിസ്സി കിട്ടും. മഅനവിയായ തഅക്കീദ് അല്ലാത്തതൊക്കെ ഹിസ്സ് കൊണ്ട് ഇദ്റാഖ് ചെയ്യപ്പെടും എന്നാകും അർത്ഥം. അതായത് വഹുവ ഹിസ്സ് കൊണ്ട് ഇദ്റാഖ് ചെയ്യപ്പെടുന്നത് മാ അദ തഅക്കീദൽ മഅനവിയ്യ, മഅനവിയായ തഅക്കീദ് അല്ലാത്തതാണ് എന്ന് വെക്കുമ്പോൾ എന്തായി? മഅനവിയായ തഅക്കീദ് അല്ലാത്തത് മുഴുവനും ഹിസ്സ് കൊണ്ട് ഇദ്റാഖ് ചെയ്യപ്പെടും എന്ന് വരുമല്ലോ. ഹിസ്സ് കൊണ്ട് ഇദ്റാഖ് ചെയ്യപ്പെടുന്നത് മഅനവിയായ തഅക്കീദ് അല്ലാത്തതാണ് എന്നാണ് അവർ അർത്ഥം വെച്ചത്. അപ്പൊ മഅനവിയായ തഅക്കീദ് അല്ലാത്തതൊക്കെ ഹിസ്സ് കൊണ്ട് ഇദ്റാഖ് ചെയ്യപ്പെടും. സംഗതി വലൈസ കദാലിക, കാര്യം അങ്ങനെയല്ല. ബലിൽ മുദ്റഖു ബിൽ ഹിസ്സി, ഹിസ്സ് കൊണ്ട് ഇദ്റാഖ് ചെയ്യപ്പെടുന്നത് ബഅ്ദു മാ അദാഹു, മഅനവിയായ തഅക്കീദ് അല്ലാത്തതിൽ നിന്ന് ചിലതാണ്, ലാ ജമീഉഹു, മുഴുവനുമല്ലാതെ. അതാണ് സഹ്വ്. അവര് സഹ്വിൽ സംഭവിച്ചു, സഹ്വ് പറ്റിപ്പോയി, അബദ്ധത്തിൽ വീണുപോയി എന്ന് പറയാറുള്ള കാരണം. പിന്നെ വയഹ്തമിലു അന്ന വജ്ഹ സഹ്വി, സഹ്വിന്റെ വജ്ഹ് അന്നഹു യൂഹിമു, ഈ ഇബാറത്ത് തോന്നിപ്പിക്കും. ഏത്? വഹുവ, ഈ ലമീർ മടക്കൽ ഹിസ്സ് കൊണ്ട് ഇദ്റാഖ് ചെയ്യപ്പെടുന്നത് മഅനവിയായ തഅക്കീദ് അല്ലാത്തതാണ് എന്ന് പറയുന്നത് എന്ത് തോന്നിപ്പിക്കും? അന്ന തഅക്കീദൽ മഅനവിയ്യ, മഅനവിയായ തഅക്കീദ് യുദ്റഖു ബിൽ ഉലൂമിൽ മദ്കൂറത്തി, മത്നുൽ ലുഗത്ത്, നഹ്വ്, സർഫ്, നഹ്വ്, സർഫ് എന്ന് പറഞ്ഞ ആ ഇൽമുകളെ കൊണ്ടൊക്കെ ഇദ്റാഖ് ചെയ്യപ്പെടും എന്ന് തോന്നിപ്പിക്കും. അങ്ങനെ അർത്ഥം ദമീർ ഇങ്ങോട്ട് മാത്രം വെച്ചാൽ. കാനുലി അന്നഹു ഖാല, മുസന്നിഫ് പറഞ്ഞു ഇവരുടെ അർത്ഥപ്രകാരം മാ അദ തഅക്കീദൽ മഅനവിയ്യ യുദ്റഖു ബിൽ ഹിസ്സി, മഅനവിയായ തഅക്കീദ് അല്ലാത്തതൊക്കെ ഹിസ്സ് കൊണ്ട് ഇദ്റാഖ് ചെയ്യപ്പെടും. അപ്പോൾ മഅനവിയായ തഅക്കീദോ അമ്മാ ഹുവ ഫലാ യുദ്റഖു ബിൽ ഹിസ്സി, മഅനവിയായ തഅക്കീദിനെ ഹിസ്സ് കൊണ്ട് ഇദ്റാഖ് ചെയ്യപ്പെടൂല. ഹിസ്സ് കൊണ്ട് ഇദ്റാഖ് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ ആ മഅനവിയായ തഅക്കീദ് സാബിക്കായ ഇൽമുകളെ കൊണ്ട് ഇദ്റാഖ് ചെയ്യാൻ സാധ്യത ഉണ്ട് എന്ന് കിട്ടുമല്ലോ. അതുകൊണ്ട് അതാണ് അങ്ങനെ മഅന വെച്ചാൽ ഫഖദ് സഹ്വല്ലാഹിറ എന്ന് പറയാനുള്ള കാരണം. പിന്നെ അപ്പോ വഹുവ, ആ ഇൽമുകളിൽ വിവരിക്കപ്പെട്ടത് അതുപോലെ തന്നെ ഹിസ്സ് കൊണ്ട് ഇദ്റാഖ് ചെയ്യപ്പെടുന്നതും മാ അദ തഅക്കീദൽ മഅനവിയ്യ, മഅനവിയായ തഅക്കീദ് അല്ലാത്തതാണ്. അത് മാ അദ തഅക്കീദൽ മഅനവിയ്യ, തഅക്കീദ് നസ്ബ് നിർബന്ധമാണ്. ഇനി മാന സായിദയാക്കിയാൽ എന്ത് ചെയ്യാം? ജറും ചെയ്യാം എന്ന് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. വസ്തസിനി നാസിബം ബിലൈസ വഖല വബി അദാ വബി യകൂനു ബഅദലാ, ലൈസ കൊണ്ടും ഖല കൊണ്ടും അദ കൊണ്ടും യക്കൂരു കൊണ്ടും നീ നസ്ബ് ചെയ്തോ, ഇസ്തിസ്നാ ചെയ്തോ, നാസിബ് നസ്ബ് ചെയ്യുന്നവനായ നിലയിൽ ബഅദല, ആ യക്കൂനു ലാന്റെ ശേഷമാവണം. വജുർ ബിസാബി കയ്യകൂനു ഇൻ തുരിദ്, യക്കൂനുന്റെ രണ്ട് സാബിക്ക് അതേതാണ്? അത് ഖലയും അദയും. അതുകൊണ്ട് ജറും ചെയ്യാം ഇൻ തുരിദ്, നീ ഉദ്ദേശിച്ചാൽ. വജുർ ബിസാബി കയ്യകൂനു ഇൻ തുരിദ്
وبعد منصب وانجرار قد يجد. അപ്പോൾ ഈ യക്കൂനൂന്റെ സാബിക്കൈനിയായ ഖല അദ അതിൽ മാ കടന്നാൽ ഇൻസിബ് നസ്ബ് ചെയ്തോ. വബഅദ മൻസിബ് വൻജിറാറുൻ ഖദ് യലിദ് ജർറിനെ സ്വീകരിക്കലും ജർറ് കൊടുക്കലും ചിലപ്പോൾ അത് വരുന്നതാണ്. ഇഞ്ചിറാറ് അത് ജർറിനെ സ്വീകരിക്കലും ചിലപ്പോൾ വരും, ജർറ് ചെയ്യലും ചിലപ്പോൾ വരും. അതായത് അപ്പൊ പിന്നെ മാന സായിരിയാക്കണം, മറ്റത് മസ്തിരിയായ മായാവുമ്പോഴാണ് നസ്ബ്. അപ്പൊ മാ അതത്തഅക്കീദൽ മഅനവിയ്യ എന്ന് വായിക്കുമ്പോൾ മാ എന്തായി? മസ്തിരിയത്തായി. മാ അതത്തഅക്കീദിൽ മഅനവിയ്യ എന്ന് വായിക്കുമ്പോൾ മാ സായിരയുമായി. പിന്നെ ഫവഹുവ മാ അതത്തഅക്കീദൽ മഅനവിയ്യ അല്ലെങ്കിൽ മാ അതത്തഅക്കീദിൽ മഅനവിയ്യി മഅനവിയായ തഅക്കീദ് അല്ലാത്തതാണ്. ഇത് കാരണം ലാ യുറഫു ബിതിൽക്കൽ ഉലൂമി മേൽപ്പറയപ്പെട്ട ഇൽമുകളെ കൊണ്ട് അറിയപ്പെടുകയില്ല. വൽ ഹിസ്സി ഹിസ്സുകൊണ്ടും അറിയപ്പെടുകയില്ല. തംയീസു സാലിമി മിനത്ത് തഅക്കീദിൽ മഅനവിയ്യി മിൻ ഗൈരിഹി മഅനവിയായ തഅക്കീദിൽ നിന്ന് രക്ഷപ്പെട്ടതിനെ വേർതിരിക്കൽ അറിയപ്പെടുകയില്ല. മിൻ ഗൈരിഹി ആ സാലിമ് അല്ലാത്തതിൽ നിന്ന്. ഇത് ലാ യുറഫു അറിയപ്പെടുകയില്ല ബിതിൽക്കൽ ഉലൂമി മത്നുൽ ലുഗത്ത് നഹ്വ് സർഫ് എന്ന ഇൽമുകളെ കൊണ്ടും വൽ ഹിസ്സി ഹിസ്സുകൊണ്ടും അറിയപ്പെടുകയില്ല. തംയീസു സാലിമി മിനത്ത് തഅക്കീദിൽ മഅനവിയ്യി മഅനവിയായ തഅക്കീദിൽ നിന്ന് സലാമത്ത് രക്ഷപ്പെട്ടതിനെ വേർതിരിക്കൽ അറിയപ്പെടുകയില്ല. മിൻ ഗൈരിഹി ആ സാലിമ് അല്ലാത്തതിൽ നിന്ന്. അതുകൊണ്ട് മേൽ വിവരിച്ചത് ഇത് പറയപ്പെട്ട ഇൽമുകളിൽ വിവരിക്കപ്പെട്ടതും ഇസ്സുകൊണ്ട് ഇദ്റാഖ് ചെയ്യപ്പെട്ടതും മഅനവിയായ തഅക്കീദ് അല്ലാത്തതാണ്. അപ്പോൾ മഅനവിയായ തഅക്കീദിനെ അറിയാൻ ഒരു മാർഗം വേണം. അപ്പൊ എന്ത് മനസ്സിലായി? ഫഉലിമ ഇപ്പോൾ പറഞ്ഞ ഇൽമുകളിലും പറയപ്പെട്ട ഇൽമുകളിലും ഇസ്സുകൊണ്ടും മഅനവിയായ തഅക്കീദിനെ മനസ്സിലാക്കാൻ കഴിയില്ല. മഅനവിയായ തഅക്കീദിൽ നിന്ന് സാലിമായതിനെ വേർതിരിക്കാൻ കഴിയില്ല, അതല്ലാത്തതിൽ നിന്ന്. ഫഉലിമ അപ്പോൾ മനസ്സിലായി അന്ന മർജി അൽ ബലാഗത്തി ബലാഗത്തിന്റെ മർജി, അതായത് ബലാഗത്തുണ്ടാവണമെങ്കിൽ ഉണ്ടാവൽ നിർബന്ധമായ കാര്യം ബഅ്ലുഹു മുബയ്യനും ഫിൽ ഉലൂമിൽ മദ്കൂറത്തി അതിൽ നിന്ന് ബഅ്ല് പറയപ്പെട്ട ഇൽമുകളിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. വ ബഅ്ലുഹു മുദ്റക്കും ബിൽ ഹിസ്സി ചിലത് ഹിസ്സു കൊണ്ട് ഇദ്റാഖ് ചെയ്യപ്പെടുന്നതുമാണ് എന്ന് മനസ്സിലായി. وبقي الاحتراز عن الخطأ في تأدية المعنى المرادي والاحتراز عن التأكيد المعنوي മുറാദായ മഅനാനെ വീട്ടുന്നതിലുള്ള ഖത്ഇനെ തൊട്ട് സൂക്ഷിക്കൽ ഇവിടെ ബാക്കിയായി. അത് മേൽ പറയപ്പെട്ട ഇൽമുകളെ കൊണ്ടോ ഇസ്സുകൊണ്ടോ മനസ്സിലാക്കാൻ കഴിയില്ല. വൽഇഹ്തിറാസു അനി തഅക്കീദിൽ മഅനവിയ്യി മഅനവിയായ തഅക്കീദിനെ തൊട്ടുള്ള സൂക്ഷിക്കലും ഇവിടെ ബാക്കിയായി. ഫമസ്സത്തിൽ ഹാജത്തു ആവശ്യം സ്പർശിച്ചു, ഇലാ ഇൽമൈനി രണ്ട് ഇൽമിലേക്ക് ആവശ്യം നേരിട്ടു. എങ്ങനത്തെ രണ്ട് ഇൽമാണ്? മുഫീദൈനി അത് രണ്ട് ഇൽമും ഫായിദ വെപ്പിക്കും. ലിദാലിക ഈ കാര്യത്തിന് ഫായിദ വെപ്പിക്കും. അങ്ങനത്തെ രണ്ട് ഇൽമിന് ആവശ്യമായി. ഈ ഏത് മഅനവിയായ തഅക്കീദിൽ നിന്ന് സാലിമായതിനെ വേർതിരിക്കലും പിന്നെ ഉദ്ദേശിക്കപ്പെട്ട മാന വീട്ടുന്നില്ല ഖത്ഇനെ തൊട്ട് സൂക്ഷിക്കൽ നെയും ഫായിദ വെപ്പിക്കുന്ന രണ്ട് ഇൽമിലേക്ക്. ഫവളഉ ഇൽമൽ മആനി ലിൽഅവ്വലി ഫമസ്സത്തിൽ ഹാജത്തു ഇലാ ഇൽമൈനി ആവശ്യം നേരിട്ടു ഇലാ ഇൽമൈനി രണ്ട് ഇൽമിലേക്ക്.
മുഫീദൈനി എങ്ങനത്തെ രണ്ട് ഇൽമാണ് ഫായിദ വെപ്പിക്കുന്നതിൽ ഇതാലിക്ക ഈ രണ്ട് ഇഹ്തിറാസിനെ അറിയലിനെ ഫായിദ വെപ്പിക്കുന്ന രണ്ട് ഇഹ്തിറാസാണ് ഇവിടെ ബാക്കിയായത്. അപ്പോൾ ഇതാലിക്ക എന്ന് പറഞ്ഞാൽ മേൽപ്പറയപ്പെട്ട രണ്ട് ഇഹ്തിറാസിനെ അറിയലിനെ ഫായിദ വെപ്പിക്കുന്ന രണ്ട് ഇൽമിലേക്ക് ഒരു ആവശ്യം വന്നു. ഫവളൂ ഇൽമൽ മആനി ലിൽ അവ്വലി ഇൽമുൽ മആനിയെ അവലിന് അവർ വലു ചെയ്തു. അവല് എന്ന് പറഞ്ഞാൽ ഏതാണ്? ആദ്യം പറഞ്ഞത് ആദ്യം തന്നെ മുസന്നിഫ് പറഞ്ഞല്ലോ, മാ യുബയ്യിനു പിന്നെ മർജിഉൽ ബലാഗത്തി ബലാഗത്തിന്റെ മർജിഉഹ അന്നൽ ബലാഗത്ത മർജിഉഹ ഇലൽ ഇഹ്തിറാസി അനിൽ ഖത്ഇ ഫീ തഅദിയത്തിൽ മഅനൽ മുറാദി. അതാണ് അവല്. പിന്നെ ഒന്നാമത്തതിന് അവര് ഒലയ ചെയ്തു. ഇവിടെ ഒന്നാമത്തെന്ന് വേഗം മനസ്സിലാക്കാം. ഇവിടെ ഫഉലിമ അന്ന മർജിഅൽ ബലാഗത്തി ബഅ്ലുഹു മുബയ്യനുൻ ഫിൽ ഉലൂമിൽ മദ്കൂറത്തി ബഅ്ലുഹു മുദറക്കും ബിൽ ഹിസ്സി വബഖിയ അൽ ഇഹ്തിറാസു അനിൽ ഖത്ഇ ഫീ തഅദിയത്തിൽ മഅനൽ മുറാദി. അതാണ് ഒന്നാമത്തത്. ഒന്നാമത്തതിന് ഇൽമുൽ മആനി അവർ ഒലയ ചെയ്തു. വ ഇൽമൽ ബയാനി ലിസാനി രണ്ടാമത്തത് ഏതാണ്? രണ്ടാമത്തത് അൽ ഇഹ്തിറാസു അനിൽ തഅക്കീദിൽ മഅനവി മഅനവിയായ തഅക്കീദിനെ തൊട്ട് സൂക്ഷിക്കൽ. അതിനെ അറിയാൻ ഇൽമുൽ ബയാനിനെയും ഉദ്ദേശിക്കപ്പെട്ട മാനാനെ വീട്ടുന്നതിനുള്ള ഖത്ഇനെ തൊട്ട് സൂക്ഷിക്കൽ അറിയാൻ ഇൽമുൽ മആനിയും. അപ്പോൾ ഒന്നാമത്തത് ഇൽമുൽ മആനിയാണെന്ന് മനസ്സിലായി, രണ്ടാമത്തത് ഇൽമുൽ ബയാനാണെന്നും മനസ്സിലായി. വഇലൈഹി അശാറ ബിഖൗലിഹി അതിലേക്കാണ് അശാറ മുസന്നിഫ് തങ്ങൾ ഇശാറത്ത് ചെയ്തത് ബിഖൗലിഹി മുസന്നിഫിന്റെ ഖൗല് കൊണ്ട്. വമാ ഒന്ന് യുഹ്തറസു ബിഹി ആ ഒന്നുകൊണ്ട് സൂക്ഷിക്കപ്പെടും അനിൽ അവലി ഒന്നാമത്തതിനെ തൊട്ട്. ഒന്നാമത്തത് ഐ അനിൽ ഖത്ഇ ഫീ തഅദിയത്തിൽ മഅനൽ മുറാദി ഉദ്ദേശിക്കപ്പെട്ട മാന എന്ന് പറഞ്ഞാൽ അസ്ലു മുറാദിനേക്കാൾ സായിദയായ മാന. ഉദ്ദേശിക്കപ്പെട്ട മാനാനെ വീട്ടുന്നതിലുള്ള ഖത്ഇനെ തൊട്ട് സൂക്ഷിക്കപ്പെടുന്ന ഒന്ന്, ആ ഒന്ന് ഇൽമുൽ മആനി ആണ്. ആ ഒന്ന് യുഹ്തറസു ബിഹി അതുകൊണ്ട് സൂക്ഷിക്കപ്പെടാനില്ല അവലി ഒന്നാമത്തേനെ തൊട്ട്. ഐ അനിൽ ഖത്ഇനെ തൊട്ട് സൂക്ഷിക്കപ്പെടും ഫീ തഅദിയത്തിൽ മഅനൽ മുറാദി അസലു മുറാദിനേക്കാൾ സായിദയായ മാനയാണ് ഇവിടെ മുറാദായ മാനാനെ വീട്ടുന്നതിലുള്ള ഖത്ഇനെ തൊട്ട് സൂക്ഷിക്കപ്പെടുന്ന ഒന്ന് അത് ഇൽമുൽ മആനിയാണ്. അപ്പോ ഒന്നാമത്തത് ഇൽമുൽ മആനിയാണെന്ന് മനസ്സിലായി. വമാ ഒന്ന് യുഹ്തറസു ബിഹി ആ ഒന്നുകൊണ്ട് സൂക്ഷിക്കപ്പെടും അനി തഅക്കീദിൽ മഅനവി മഅനവിയായ തഅക്കീദിനെ തൊട്ട് സൂക്ഷിക്കപ്പെടും. അങ്ങനത്തെ ഒന്നിന് ഒന്നാവുന്നത് ഇൽമുൽ ബയാനി, അത് ഇൽമുൽ ബയാനുമാണ്. ഒന്നാമത്തത് ഇൽമുൽ മആനി, രണ്ടാമത്തത് ഇൽമുൽ ബയാൻ. പിന്നെ വസമ്മൗ അവര് പേര് വെച്ചു ഹാദൈനിൽ ഇൽമൈനി ഇൽമുൽ മആനിക്കും അതുപോലെ തന്നെ ഇൽമുൽ ബയാനിനും. ഇൽമുൽ മആനി ഇൽമുൽ ബയാൻ എന്ന രണ്ട് ഇൽമിന് അവര് പേര് വെച്ചു ഇൽമൽ ബലാഗത്തിന്റെ ഇൽമ് എന്ന് പേര് വെച്ചു. ഇത് രണ്ടിനും കൂടി ബലാഗത്തിന്റെ ഇൽമുൽ ബലാഗ അതിൽ മക്കാനി മസീദ് ഇഖ്തിസാസിൻ ലഹുമാ ബിൽ ബലാഗത്തി ഈ രണ്ട് ഇൽമിന് ബലാഗത്തുമായി കൂടുതൽ പ്രത്യേകത ഉണ്ടായതിനു വേണ്ടി. ഇത് രണ്ടുകൊണ്ടും മാത്രം ബലാഗത്തുണ്ടാവുകയില്ല, നഹ്വ് വേണം, സർഫ് വേണം, എല്ലാം ആവശ്യമാണല്ലോ. ഫസീഹ് അല്ലാത്തതിൽ നിന്ന് വേർതിരിക്കണം. എന്നിരിക്കെ ഈ രണ്ട് ഇൽമിന് മാത്രം ബലാഗത്ത് എന്ന് പേര് വെക്കാനുള്ള കാരണം ലിമക്കാനി മസീദ് ഇഖ്തിസാസിൻ ലഹുമാ ബിൽ ബലാഗത്തി ഇത് രണ്ടിനും
ബലാഗത്തുമായി കൂടുതൽ പ്രത്യേകത ഉണ്ടായതിനു വേണ്ടി. വൈങ്കാനത്തിൽ ബലാഗത്താണെങ്കിലും തത്തവഖഫ് അലാ ഗൈരിഹിമാ, ഇൽമുൽ മആനി, ഇൽമുൽ ബയാൻ അല്ലാത്ത ഇൽമുകളുടെ മേൽ അത് ആശ്രയിക്കുന്നുണ്ടെങ്കിലും, സർഫ്, നഹ്വ്, ലുഗത്ത്, മറ്റുള്ള ലുഗത്തുകളൊക്കെ അതിന്റെ മേലൊക്കെ അത് തവഖുഫാണ്. അതെന്തിനാ? മിനൽ ഉലൂമി, മറ്റുള്ള ഇൽമുകളാൽ. എന്നിരിക്കെ ബലാഗത്ത് ഉണ്ടാവണമെങ്കിൽ നഹ്വും സർഫും ലുഗത്തുകളും എല്ലാം വേണം, പല ഇൽമുകളും വേണം. പക്ഷെ ഈ രണ്ട് ഇൽമിന് ബലാഗത്ത് എന്ന് പേര് വെച്ചത് കൂടുതൽ ഖുസൂസിയത്ത് ബലാഗത്തുമായി ഇതിനുണ്ട്. അതുകൊണ്ടാണ് ലിമക്കാനി മസീദ് ഇഖ്തിസാസിൻ ലഹുമാ ബിൽ ബലാഗത്തി, ഇത് രണ്ടിനും ബലാഗത്തുമായി കൂടുതൽ പ്രത്യേകത ഉണ്ടായതിനു വേണ്ടി. വൈങ്കാനത്തിൽ ബലാഗത്താണെങ്കിലും തതവഖഫ് അലാ ഗൈരിഹിമാ, ഇത് രണ്ടും അല്ലാത്തതിന്റെ മേൽ തവഖുഫാണെങ്കിലും മിനൽ ഉലൂമി, ഇൽമുകളാൽ. സുമ്മഹിത്താജു, പിന്നെ അവർ ആവശ്യമായി ലിമഇരിഫത്തി തവാബിഇൽ ബലാഗത്തി, ബലാഗത്തിന്റെ തവാബിഇനെ അറിയുന്നതിന്, ഇലാ ഇൽമിൻ ആഖറ, വേറൊരു ഇൽമിലേക്ക് ആവശ്യമായി. ഫവളഉ ലിദാലിക, ആ ഇൽമിന് അവര് വദഇ ചെയ്തു ഇൽമുൽ ബദീഇ, ഇൽമുൽ ബദീഇനെ വദഇ ചെയ്തു. വഇലൈഹി, അതിലേക്ക് അശാറ ബിഖൗലിഹി, മുസന്നിഫിന്റെ ഖൗല് കൊണ്ട് ഇശാറത്ത് ചെയ്തു. എന്താണത്? അതിലേക്ക് ഒമാ, ഒന്ന്, യുഅറഫു ബിഹി, ആ ഒന്ന് കൊണ്ട് അറിയപ്പെടുന്നതാണ് ഉജൂഹു തഹ്സീനി, കലിമത്ത് കലാമനിക്കുള്ള ചൊറുക്കിന്റെ വജ്ഹുകളെ അറിയപ്പെടും. അതിന് ഇൽമുൽ ബദീ, അത് ഇൽമുൽ ബദീ ആണ്, അതിന്റെ പേര് ഇൽമുൽ ബദീ ആണ്. ഒമാ, ഒന്നാകുന്നത് യുറഫു ബിഹി, അതുകൊണ്ടറിയപ്പെടും. ഉജൂഹു തഹ്സീൻ, കലാമിന്റെ ചൊറുക്കിന്റെ വജ്ഹുകളെ അറിയപ്പെടും. അത് ഇൽമുൽ ബദീ ആണ്. ഇൽമുൽ ബദീ, അത് ഇൽമുൽ ബദീ ആണ്. വലമ്മാ കാന ഹാദൽ മുഖ്തസറു, ഈ മുഖ്തസർ ആയപ്പോൾ, ഫി ഇൽമിൽ ബലാഗത്തി, ബലാഗത്തിന്റെ ഇൽമിലും വതവാബിഇഹ, അതിന്റെ തവാബിയിലും ആയപ്പോൾ, ഇൻഹസറ മഖ്സൂദുഹു, മുസന്നിഫ് തങ്ങളുടെ മഖ്സൂദ് നിക്ഷിപ്തമായി, അത് മുൻഹസിറായി ഫി സലാസത്തി ഫുനൂനിൻ, 3 ഫന്നുകളിൽ എന്തായി? നിക്ഷിപ്തമായി. 3 ഫന്ന്: ഇൽമുൽ മആനി, ഇൽമുൽ ബയാൻ, പിന്നെ ഇൽമുൽ ബദീഇ. വകസീറും മിനൻ നാസി, 3 ഫന്നതാണ്: ഇൽമുൽ മആനി, ഇൽമുൽ ബയാൻ, ഇൽമുൽ ബദീഇ. വകസീറും മിനൻ നാസി, അധികം ആളുകളും യുസമ്മിൽ ജമീഅ ഇൽമുൽ ബയാനി, 3 ഇൽമിനും ഇൽമുൽ ബയാൻ എന്ന് പറയാറുണ്ട്, പേര് പറയാറുണ്ട്. വബഅദുഹും, അവരിൽ നിന്ന് ചിലരോ യുസമ്മിൽ അവ്വല, ഒന്നാമത്തതിന് പേര് പറയും ഇൽമുൽ മആനി. വകസീറുൻ മിനൻ നാസി, ജനങ്ങളിൽ അധികം ആളുകളും യുസമ്മിൽ ജമീഅ ഇൽമുൽ ബയാനി, 3നും എല്ലാത്തിനും കൂടി ഇൽമുൽ ബയാൻ എന്ന് പറയും. വബഅദുഹും, ചില ആളുകൾ യുസമ്മിൽ അവ്വല, ഒന്നാമത്തതിന് പേര് പറയും ഇൽമുൽ മആനി, ഇൽമുൽ മആനി എന്ന് പേര് പറയും. അത് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒന്നാമത്തേന് ഇൽമുൽ മആനി എന്ന് പറയുന്നു, ആദ്യം തന്നെ പറഞ്ഞു. വയുസമ്മിൽ അഖീറൈനി, മറ്റേ 2 ഇൽമിന് ഒരു പേര് പറയും യഅനി അൽ ബയാന വൽ ബദീഅ, ഇൽമുൽ ബയാനി, ഇൽമുൽ ബയാൻ എന്ന് പേര് പറയും. വസലാസത്ത, അവര് തന്നെ 3നും പേര് പറയും. അങ്ങനെ ഒരർത്ഥം വെക്കാം, അവര് തന്നെ 3നും പേര് പറയും. ഇൽമുൽ ബദീഇ, ഇൽമുൽ ബദീഇ എന്ന് പേര് പറയും. അല്ലെങ്കിൽ വസലാസത്ത, ചില ആൾക്കാർ 3നും പേര് പറയും ഇൽമുൽ ബദീഇ. അപ്പൊ 3 തരീഖ്, 4 തരീഖുണ്ട്. ഒരു തരീഖ്, ഒന്നാം തരീഖ് എന്താണ്? ഒന്നാമത്തതിന് ഇൽമുൽ മആനി,
രണ്ടാമത്തതിന് ഇൽമുൽ ബയാൻ, മൂന്നാമത്തത് ഇൽമുൽ ബദീഅ്. രണ്ടാം തരീഖ് ജമീഇലും ഇൽമുൽ ബയാൻ. മൂന്നാം തരീഖ് ഒന്നാമത്തതിന് ഇൽമുൽ മആനി, രണ്ടിനും മൂന്നിനും ഇൽമുൽ ബയാൻ. ആ തരീഖിന്റെ ആളുകൾ തന്നെ മൂന്നിനും ഇൽമുൽ ബദീഅ് എന്ന്. അല്ലെങ്കിൽ വേറെ ചില പാർട്ടി മൂന്നെണ്ണത്തിനും ഇൽമുൽ ബദീഅ്. അപ്പോ വസ്സലാസത്ത അവര് തന്നെ മൂന്നിനും പേര് പറയും ഇൽമുൽ ബദീഅ് എന്നും അർത്ഥം വെക്കാം. ലാഹിർ അങ്ങനെയാണ്. പിന്നെ വസ്സലാസത്ത വേറെ ചിലര് മൂന്നിനും പേര് പറയും ഇൽമുൽ ബദീഅ്. വലാ തഖ്ഫ വുജൂഹുൽ മുനാസബത്തി. ഓരോരുത്തരും ഓരോ ഫന്നിന് പേര് പറയുന്നതിലെ മുനാസബത്ത് ഖഫിയല്ല. അതവിടെ ദുസൂഖിയിൽ പറഞ്ഞിട്ടുണ്ട്. ഉസ്താദുമാർ നോക്കിയാൽ വേഗം മനസ്സിലാവും. 151 പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. അൽ ഫന്നുൽ അവ്വലു ഇൽമുൽ മആനി. ഒന്നാം ഫന്ന് ഇൽമുൽ മആനിയാണ്. ഇതാണ് ഇപ്പൊ പറയുന്നത്. ഇവിടെ ചില ഇഷ്കാലുകളൊക്കെ ഉണ്ട് ദസൂഖിയിൽ പറഞ്ഞിട്ട്. ഒന്നാം ഫന്ന് ഇൽമുൽ മആനിയാണ്. അതാ ദസൂഖ് 151. കാരണം വമാ യുഹ്തറസു ബിഹി അനിൽ അവ്വലി ഇൽമുൽ മആനി. വമാ ഒന്ന് അതുകൊണ്ട് സൂക്ഷിക്കപ്പെടും അവ്വലിനെ തൊട്ട്, അത് ഇൽമുൽ മആനിയാണ്. അപ്പൊ അവ്വല് ഏതാണെന്നും തിരിഞ്ഞു, ഇൽമുൽ മആനി എന്താണെന്നും മനസ്സിലായി. ഒന്നാമത്തത് തന്നെയാണ് ഇൽമുൽ മആനി, അതും മനസ്സിലായി. അപ്പൊ മുസ്നദ് ഇലൈഹിയും മനസ്സിലായിട്ടുണ്ട്, മുസ്നദും മനസ്സിലായിട്ടുണ്ട്. മുസ്നദ് ഇലൈഹിയും മുസ്നദ് തമ്മിലുള്ള നിസ്ബയും മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഒന്നാം ഫന്ന് ഇൽമുൽ മആനിയാണ് എന്ന് ഇഖ്ബാർ ചെയ്യുന്നതിൽ ഒരു ഫായിദയും ഇല്ലല്ലോ എന്നാണ് ദസൂഖിയിൽ ഇഷ്കാല് കൊണ്ടുവന്നിട്ടുള്ളത്. ദസൂഖിയുടെ ഇഷ്കാലല്ല. കാരണം ഊരിദ അലൈഹി അന്ന ഹാദാ ഇഖ്ബാറുൻ ബി മഅലൂമിൻ. ഇതൊരു മഅലൂമായ കാര്യം കൊണ്ട് പറയലാണല്ലോ. ഫലാ ഫായിദത്ത ഫീഹി. അപ്പോൾ ഇതിനൊരു ഫായിദയുമില്ല. ഫായിദത്തുൽ ഖബറുമില്ല, ലാസിമു ഫായിദത്തുൽ ഖബറുമില്ല. വദാലിക, ഇത് മഅലൂമ എന്ന് പറയാൻ കാരണം ദസൂഖി 151 പേജ് അടിഭാഗത്തായി പറയുന്നു. ലിഅന്നഹു ഖാല അവ്വലൻ, മുസന്നിഫ് പറഞ്ഞല്ലോ ആദ്യം തന്നെ, വമാ യുഹ്തറസു ബിഹി അനിൽ അവ്വലി ഐ അനിൽ ഖതഇ ഫീ ദഅിയത്തിൽ മാനൽ മുറാദി ഇൽമുൽ മആനി. അതെ, ഉദ്ദേശിക്കപ്പെട്ട മാനാനെ വീട്ടുന്നതിലുള്ള ഖതഇനെ തൊട്ട് സൂക്ഷിക്കുന്ന ഒന്ന്, ഏതൊന്നുകൊണ്ടാണ് സൂക്ഷിക്കുന്നത്, അത് ഇൽമുൽ മആനിയാണ്. വമാ യുഹ്തറസു ബിഹി അനിൽ തഹ്കീദിൽ മഅനവിയ്യ ഫഹുവ ഇൽമുൽ ബയാനി. മഅനവിയ തഹ്കീദിനെ തൊട്ട് ഏതൊന്നുകൊണ്ടാണോ സൂക്ഷിക്കുന്നത്, അത് ഇൽമുൽ ബയാനാണ്. വമാ ഒന്ന് യുറഫു ബിഹി, അതുകൊണ്ട് അറിയപ്പെടും, വുജൂഹു തഹ്സീനി, തഹ്സീനിന്റെ വജൂഹുകളെ, ഫഹുവ ഇൽമുൽ ബദീഇ. അപ്പോൾ ഒന്നാമത്തത് ഇൽമുൽ മആനിയാണെന്നും രണ്ടാമത്തത് ഇൽമുൽ ബയാനാണെന്നും മൂന്നാമത്തത് ഇൽമുൽ ബദീ ആണെന്നും മനസ്സിലായതല്ലേ. ഫഖദ് ഉലിമ മിൻ ഹാദാ, മുസന്നിഫിന്റെ ആ ഇബാറത്തിൽ നിന്ന് മനസ്സിലായല്ലോ, അന്നൽ ഫന്നൽ അവ്വല, ഒന്നാം ഫന്ന് ഇൽമുൽ മആനിയാണെന്ന്. ഫഖൗലുഹു ബഅദ ദാലിക അൽ ഫന്നുൽ അവ്വലു ഇൽമുൽ മആനി എന്നുള്ളത് ഇഖ്ബാറുൻ ബി മഅലൂമിൻ, ഒരു മഅലൂം കൊണ്ട് ഇഖ്ബാറാണല്ലോ. ഫലാ ഫായിദത്ത ഫീഹി, അതിൽ ഫായിദ ഇല്ലല്ലോ എന്നാണ് ഇഷ്കാല്. ഇഷ്കാലിന് മറുപടി ചിലരൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? വഅജാബ ബഅ്ദുഹും ബിഅന്നഹു ലമ്മാ ത്വാലൽ അഹ്ദു ബിന്നിസ്ബത്തി ലിൽ ഇൽമൈനിൽ അഖീറൈനി ഇൽമുൽ അൽ ഫന്നു സാനി ഇൽമുൽ ബയാൻ, അൽ ഫന്നു സാലിസു ഇൽമുൽ ബദീഅ്. അത് ഇവിടുന്ന് അറിഞ്ഞത് കുറെ കാലം കഴിഞ്ഞിട്ടാണല്ലോ അങ്ങോട്ടെത്തല്. രണ്ടാം ഫന്ന് വിവരിക്കലും മൂന്നാം ഫന്ന് വിവരിക്കലും, അപ്പോഴത്തേക്ക് ഇത് മറന്നുപോയിട്ടുണ്ടാവും. അതുകൊണ്ട് അവിടെ മൈരിഫിയാക്കേണ്ടി വന്നു. മറവി എന്ന 8 കാലി വല കെട്ടിയിട്ട് ഇവിടെ നിന്ന് മനസ്സിലായ മുസന്നിഫിന്റെ ഇബാറത്ത്, ഇവിടെ നിന്ന് മനസ്സിലായ രണ്ടാം ഫന്നും മൂന്നാം ഫന്നും ഒക്കെ
കുറെ കാലം കഴിഞ്ഞപ്പോ അങ്ങോട്ടെത്തിയപ്പോൾ മറവി എന്ന 8 കാലി വല കെട്ടിയിട്ട് അതൊക്കെ മറന്നുപോയപ്പോൾ അവിടെ ഒന്ന് മൈരിഫയാക്കേണ്ടി വന്നു. അൽ ഫന്നുൽ അവ്വലു, നമ്മൾ മുമ്പ് മനസ്സിലാക്കിയ അൽ ഫന്നുസാനി, മുമ്പ് നേരത്തെ മനസ്സിലാക്കിയ ആ ഫന്നുണ്ടല്ലോ, അത് ഇൽമുൽ ബയാനാണ് എന്ന് ഒന്ന് ഇഖ്ബാർ ചെയ്യേണ്ടി വന്നു. അത് ഇവിടുന്ന് മനസ്സിലായ രണ്ടാം ഫന്ന് ഇൽമുൽ ബയാനാണെന്ന് അവിടെ എത്തിയപ്പോൾ മറന്നുപോയി. അതുകൊണ്ട് ഇൽമുൽ ബയാനെന്നും അതുപോലെ തന്നെ മൂന്നാം ഫന്ന് ഇൽമുൽ ബദീ എന്നും പറയേണ്ടി വന്നപ്പോൾ അതനുസരിച്ച് എന്താക്കി, ഇവിടെയും ഇവിടെ കാലം ദൂരമായിട്ടില്ലെങ്കിലും അൽ ഫന്നുൽ അവ്വലു ഇൽമുൽ മആനി എന്ന് പറഞ്ഞതാണ്. അതാണ് ദസൂഖിൽ പറയുന്നത്, ബിഅന്നഹു ലമ്മാ താലൽ അഹ്ദു ബിന്നിസ്ബത്തി ലിൽ ഇൽമൈനിൽ അഖീറൈനി, രണ്ടാമത്തെയും മൂന്നാമത്തതുമായ ഇൽമിലേക്ക് അപേക്ഷിച്ച് കാലം നീണ്ടപ്പോൾ ഔഖഅൽ ഹംല ഹുനാക, അവിടെ ഹംലിനെ നടപ്പിലാക്കി. അൽ ഫന്നുസാനി ഇൽമുൽ ബദീ, കാരണം അവിടെ രണ്ടാം ഫന്ന് ഇൽമുൽ ബദിയാണെന്ന് ഇവിടുന്ന് മനസ്സിലായതാണ്. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്കും രണ്ടാം ഫന്ന് ഇൽമുൽ ബയാന ഇൽമുൽ ബദീ അല്ല, ഇൽമുൽ ബയാനാണെന്ന് ഇവിടുന്ന് മനസ്സിലായതാണെങ്കിലും ഇത് ഇൽമുൽ ബയാനി 8 ബാബും കുറെ വിഷയങ്ങളൊക്കെ കഴിഞ്ഞിട്ടില്ല അങ്ങോട്ട് എത്തുന്നുള്ളൂ. അപ്പോഴത്തേക്കും രണ്ടാം ഫന്ന് ഇൽമുൽ ബയാനാണെന്നുള്ള കഥ മറന്നുപോയി, മൂന്നാം ഫന്ന് ഇൽമുൽ ബദീ ആണെന്നുള്ള കഥയും മറന്നുപോയി. അപ്പോൾ അവിടെ മഅരിഫയാക്കേണ്ടി വന്നു. അതാണ് ഔഖഅൽ ഹംല ഹുനാക, അവിടെ ഹംലിനെ നടപ്പിലാക്കി. വ ഉജ്രിയ മാഹുന അലൈഹി, അല്ലെങ്കിൽ വ അജ്റ മാഹുന, ഇവിടെ ഉള്ള അൽ ഫന്നുൽ അവ്വൽ ഇൽമുൽ മആനി എന്നതിനെ നടത്തി അലൈഹി, അതിന്റെ മേൽ നടത്തി. തകൂന തറാജിമുസ് സലാസ, 3 തർജമകളും അലാ നസ്കിൻ വാഹിദ്, ഒരു കർമ്മത്തിലാകാൻ വേണ്ടി. പിന്നീട് പറയാൻ പോണതിന്റെ മേലിൽ യോജിപ്പിച്ചു പറഞ്ഞു. ഇവിടെ കാലം വിദൂരമായിട്ടില്ല. ഇവിടെ ഒന്നാം ഫന്ന് ഇൽമുൽ മആനിയാണെന്ന് വേഗം എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. 8 കാലി വല കെട്ടിയിട്ടൊന്നുമില്ല. പക്ഷേ രണ്ടാം ഫന്ന് ഇൽമുൽ ബയാനാണ് എന്ന കഥയും മൂന്നാം ഫന്ന് ഇൽമുൽ ബദീ ആണെന്ന കഥയും മറന്നുപോയപ്പോൾ അവിടെ ഹംലിനെ നടപ്പിലാക്കിയപ്പോൾ അതിനോട് യോജിപ്പിച്ച് ഇവിടെയും നടപ്പിലാക്കിയതാണെന്നാണ് ഒരു മറുപടി. പിന്നെ വേറൊരു മറുപടിയുണ്ട്, വല്ല അഹ്സനു മാ ഖാലഹു ബഅ്ലുഹും അന്നഹു ലൈസൽ മുറാദു ബിൽ അവ്വലി ഹുന, ഇവിടെയുള്ള അൽ ഫന്നുൽ അവ്വലു എന്ന അവ്വലല്ല, അൽ അവ്വല ഫീ ഖൗലിഹി ലൈസൽ മുറാദു ബിൽ അവ്വലി ഹുന, ഇവിടെയുള്ള അവ്വൽ കൊണ്ടുള്ള മുറാദല്ല, അൽ അവ്വല ഫീ ഖൗലിഹി സാബിക്കൻ, സാബിക്കായ കൗലിലുള്ള അവ്വലല്ല. 2 അവ്വലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഏതാണ് സാബിക്കായ കൗല്? വമാ യുഹ്തറസു ബിഹി അനിൽ അവ്വലീൻ ഇലാ ആഖിരിഹി, ആ അവ്വലല്ല ഇവിടെയുള്ള അവ്വല്. വലിൽ മുറാദി ബി ഖൗലിഹി അൽ ഫന്നുൽ അവ്വലു എന്ന് പറഞ്ഞാൽ അയ്യൽ വാഖിഉ ഫിൽ മർത്തബത്തിൽ ഊലാ മിനൽ കിതാബി, കിതാബിൽ 1ാം സ്ഥാനത്തുള്ളത് എന്നാണ് ഇവിടെ ഉള്ളത്. അൽ ഫന്നുൽ അവ്വലു 1ാം സ്ഥാനത്തുള്ള ഫന്ന് ഇൽമുൽ ബയാനാണ്. അപ്പൊ പിന്നെ അവ്വല് മാറിയതുകൊണ്ട് മഅലൂമല്ല. വകദാ യുഖാലു ഫിസാനി വസാലിസ്, അവിടെയും അൽ ഫന്നുസാനി ഇൽമുൽ ബയാൻ, അൽ ഫന്നുസാലിസു ഇൽമുൽ ബദീ അവിടെയും പറയാം. ഇൻഷാ അല്ലാഹ്. وآخر دعوانا الحمد لله رب العالمين وصلى الله على سيدنا محمد وآله وصحبه وسلم. السلام عليكم ورحمة الله وبركاته.